ഹലോ ഗൈസ്, കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ചേമ്പുന്നാളിൻ്റെ കറി. ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചേമ്പുന്നാൾ വെച്ചിട്ട് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴ ചോർന്നപ്പോഴാണ് നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ പറിച്ചെടുക്കാൻ വന്നത്. അപ്പോൾ നമ്മളെ തണ്ടൊന്നും നല്ല വലുപ്പമായിട്ടില്ല കേട്ടോ, കുറച്ച് ചെറിയ ടൈപ്പാണ്. ഈ മാസത്തിലാണല്ലോ നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ കറി വയ്ക്കുക. അപ്പം ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 4 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ നമുക്കൊരു 2 മതിയാവുക. പിന്നെ നമ്മളിവിടെ കുറച്ച് കവറിലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇല നല്ല വലുപ്പമാണ് കേട്ടോ. മഴ രണ്ടാമതും ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കറിയിലേക്ക് കുറച്ച് കാന്താരി മുളക് വേണം. അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ പറിച്ചെടുക്കട്ടെ. പ്രാവശ്യം നമുക്ക് കുറേ കാന്താരി ഉണ്ടായിട്ടുണ്ട്. കുറേ എണ്ണം ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ചിട്ടാൽ മതി. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മളിതാ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കറിയാണ് ഇട്ട് വെക്കുന്നത്. തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കൈയളവ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കൈയിൻ്റെ ഇതാ 2 പൂങ്ങ നട്ടതിന് ഞങ്ങളിവിടെ പറയാം. ഓക്കെ, ഇത്രയും മതിയോ. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇനി ചേമ്പ് തണ്ടിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചൊറിയുന്ന ഭയമുള്ളവർക്ക് കൈമിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്നിങ്ങനെ തോല് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ തോല് ഇതങ്ങനെ നന്നാക്കി റിമൂവ് ചെയ്തെടുക്കണം. അറ്റത്തേക്ക് നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തോലൊക്കെ റിമൂവ് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് റൗണ്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പമാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പരിപ്പിലിട്ടാൽ പെട്ടെന്നൊന്ന് സോഫ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഞാനിനി പരിപ്പ് അടുപ്പത്ത് വയ്ക്കാൻ പോകാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പെല്ലാം കുതിർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പരിപ്പ് വേവാനുള്ള. ഇനി ഞാനിത് ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ്. നമുക്കൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയെടുക്കാം. ഞാനിത് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 വലിയ കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അതായത് ക്യുമിൻ സീഡ്സാണ്. എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഇനി നമുക്ക് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ നന്നാക്കി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് എന്തായി നോക്കേ. ഓക്കെ, പരിപ്പ് അതൊരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കുക്കാവേണ്ട. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, പരിപ്പ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് കുഴഞ്ഞിട്ടൊന്നും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് പരിപ്പ് ഒന്നും കൂടെ വെന്ത് റെഡിയാവേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കാന്താരി ഒന്ന് ചതച്ചിട്ടുണ്ട്.
പിന്നെ ഒരു വലിയ ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറുതാണെങ്കിൽ നമുക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യുക. ചെറിയൊരു സ്പൂണിന് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ചെറിയൊരു സ്പൂണിന് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചേമ്പും തണ്ട് വേവിച്ചെടുക്കുക. ഓക്കെ, ചേമ്പും തണ്ട് ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പരിപ്പ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പും തണ്ടും ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് വേവ് നോക്കേ. ഉണ്ടോ, ഒക്കെ നല്ല വെന്ത് എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. നമ്മൾ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറി ഓവറായിട്ട് വെള്ളം വേണ്ട, കുറച്ചൊരു തിക്നെസ്സിലാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ നേരത്ത് നമ്മുടെ കറി ഒന്ന് കുറുകി വരിക. പിന്നെ കറിയിൽ കറിവേപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കറിവേപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കറി വറവിടാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കർക്കിടക ആയതുകൊണ്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കടുകൊക്കെ പൊട്ടി. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കിടിലൻ ചേമ്പും താളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മഴക്കാലത്ത് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. എല്ലാവരുടെ വീട്ടിലും ചേമ്പ് താളി ഉണ്ടായിരിക്കും. ഈ സമയത്താണ് ഇതൊക്കെ കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ സെർവ് ചെയ്ത് ഇനി നമ്മുടെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തോനെ കറി ഒഴിച്ചു കൊടുക്കട്ടെ അതിലേക്ക്. ഇന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീരൻ്റെ തോരനാണ്. പിന്നെ കടുമാങ്ങൻ്റെ അച്ചാർ എടുത്തിട്ടുണ്ട്. ഒരു വറുത്ത ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ സംഭവം സൂപ്പറാണ് കേട്ടോ. പക്ഷേ എനിക്ക് കറി വെച്ച മീനാണ് കേട്ടോ ഉള്ളത്, അയിലയാണ്. ഞാൻ ചെറിയൊരു പീസ് അയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച്.